5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അമ്മേ, ശിവാനി ഒഴിവാക്കാനാണെങ്കിൽ പോലും ഇതൊരു നല്ല അവസരമാണെന്ന് എനിക്ക് തോന്നുന്നത്. 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ഈ ഏടാകൂടത്തിൽ നിന്നും പ്രണവിന് തലയൂരാലോ. ഓഹോ, നീ വീണ്ടും ഇവളുടെ പക്ഷം ചേർന്നോ? ഞാൻ ആരുടെയും പക്ഷം ചേർന്നിട്ടില്ല. പ്രണവിന്റെ നല്ലതിനു വേണ്ടിയാ ഞാനത് പറയുന്നത്. ഉള്ളത് പറയാലോ. ഇവളെ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ഇപ്പൊ ഇവള് പറഞ്ഞത് ന്യായമാ. ജീവിതകാലം മുഴുവൻ പ്രണവിനെ കുടുംബകോടതി കയറി ഇറങ്ങാൻ വിടണോ അമ്മേ? ഇതാവുമ്പോ 6 മാസം കഴിഞ്ഞൊരു തീരുമാനത്തിലെത്തുമല്ലോ. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെന്നല്ല, ഈ വീട്ടിലെ ആരും ഇവളെ അംഗീകരിക്കണ്ട. ഇത് എന്റെ ജീവിതത്തിന് വേണ്ടിട്ടാ, എനിക്ക് വേണ്ടിട്ടാ. ദയവ് ഇത് കുറച്ച് നാളത്തേക്ക് ഇവളെ എല്ലാരും ഒന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ. വേറെ വഴിയില്ലാത്തോണ്ടാണ്. പ്ലീസ്, എന്റെ അനുവാദത്തോടെ ഇവളെ ഈ വീട്ടിൽ കയറ്റാന്ന് ആര് കരുതണ്ട. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്താ തോച്ചാ അയക്കും. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ശിവാനി. നീ നന്നായി എന്ന് പ്രണവിന് തോന്നിയാൽ 6 മാസം കഴിഞ്ഞും പ്രണവിന്റെ ഭാര്യയായി നിനക്കവിടെ ജീവിക്കാൻ പറ്റും. ദേ നോക്ക്, ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല നിന്നെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ വാദിച്ചത്. എന്റെ പ്രണവിന്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ജീവിച്ചോളണം. വാ ഇങ്ങോട്ട്. അങ്ങനെ നമ്മുടെ പ്ലാൻ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. അതെ ആന്റി, നമ്മൾ ജയിച്ചു, ലക്ഷ്യം കണ്ടു. പ്രണവിന്റെ കൂടെ നീ ഈശ്വരമംഗലത്തിന്റെ മുറ്റത്തേക്ക് വന്നിറങ്ങിയപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ആ സന്തോഷം പുറത്തറിയിക്കാതിരിക്കാൻ ഞാൻ എന്തുമാത്രം കൺട്രോൾ ചെയ്തു എന്നറിയോ? ഈ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ആന്റിക്ക് അവകാശപ്പെട്ടതാ. ആന്റി, ആന്റിയുടെ മാത്രം ബുദ്ധിയെ ഇപ്പൊ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാനുള്ള നിന്റെ എല്ലാ ഐഡിയകളും പാളിയപ്പോഴാ ഞാനൊരു ഡിവോഴ്സ് പ്രോസസ്സിനെ കുറിച്ച് ആലോചിച്ചത്. നീ ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നത് ആരാണോ അയാള് തന്നെ നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ എതിർപ്പിന്റെ ശക്തി കുറയൂ. പ്രണവിന്റെ വക്കീലായിട്ട് അവിടെ നിന്ന് അഭിനയിച്ചതൊക്കെ എന്റെ സ്വന്തം വക്കീല. പാവം, ഒന്നും അറിയാതെ പ്രണവ് ഞാൻ വിരിച്ച വലയിൽ വന്നു വീണു. മാസം കഴിയുമ്പോ എന്നെ അങ്ങ് ഒഴിവാക്കി കളയാമെന്ന ദിവാസ്വപ്നത്തില് പ്രണവ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ. സത്യം പറഞ്ഞ എനിക്ക് ആ മനുഷ്യന്റെ കാര്യം ഓർക്കുമ്പോഴേ പാവം തോന്നു. എന്തൊരു പൊട്ടന്. 6 മാസം കഴിയുമ്പോ ഈ വീട്ടിന് പുറത്തു പോവേണ്ടത് നീയല്ല, ആ നിധി ആയിരിക്കണം. പ്രണവിനെ കയ്യിലെടുത്ത് നീ നിന്റെ സ്ഥാനം ഇവിടെ ഉറപ്പിച്ചാൽ മാത്രം പോരാ. ഏട്ടത്തെയും ഗൗതമിനെയും നിധിക്കെതിരെ തിരിക്കണം. നിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രണവ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന പേരില് അങ്ങ് അഹങ്കരിച്ച് കളയാമെന്ന ഉദ്ദേശമെങ്കിൽ അറിയാലോ നിനക്കെന്നെ. അവനായിരിക്കില്ല, 6 ദിവസത്തിനുള്ളിൽ ഞാൻ തന്നെ ആയിരിക്കും നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നത്.